നമസ്കാരം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും പൊളിറ്റിനെയും ഒക്കെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാലഘട്ടമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ച സമയവും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ക്രൗൺ റൂളിങ്ങിൻ്റെ സമയം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? കാര്യം ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ കുറച്ച് റെഗുലേറ്റിംഗ് ചാർട്ടർ അല്ലെങ്കിൽ കൗൺസിൽസ് ആക്ട് ആണ് അതിനൊക്കെ കാരണം. ഈ നിയമങ്ങളെല്ലാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെയും പൊളിറ്റിനെയും ഒക്കെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഈ നിയമങ്ങളൊക്കെ നമ്മളുടെ പൊളിറ്റിനെയും കോൺസ്റ്റിറ്റ്യൂഷനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗവും കൂടാണ് ഇത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പൊളിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യം കാണുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ചാർട്ടർ ആക്ട് എന്നൊക്കെ പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടിരിക്കുന്നതെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ക്യൂൻ എലിസബത്ത് വണ്ണിൻ്റെ ചാർട്ടറോട് കൂടിയാണ് 1600 കാലഘട്ടത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നത്. വരുന്ന സമയത്ത് അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? കച്ചവട സാധ്യതയ്ക്ക് വേണ്ടിയായിരുന്നു അല്ലേ ഇന്ത്യയിലേക്ക് വന്നത്. അതിനുശേഷം അവർ അധികാരം കൈപ്പറ്റാൻ വേണ്ടിയുള്ള കരുക്കൾ നീക്കാൻ തുടങ്ങി. 1757 പ്ലാസി യുദ്ധം നടന്നു. പ്ലാസി യുദ്ധത്തിൽ കമ്പനി വിജയിച്ചു. ആരുമായിട്ടായിരുന്നു? നവാബ് ഓഫ് ബംഗാൾ സിറാജുദ്ദൗളയുമായിട്ടുള്ള യുദ്ധത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിജയിച്ചു. റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിലായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിജയം വരിച്ചത്. അപ്പം ഈ റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്ന പേര് ഓർത്തിരിക്കണം. ഇനി നമ്മൾ അങ്ങോട്ട് കേൾക്കാൻ പോകുന്ന പേരിലൊന്നാണ് ഈ റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഈ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ കമ്പനി വിജയം വരിച്ചതിന് ശേഷം അപ്പോൾ തൊട്ട് തുടങ്ങി ബ്രിട്ടീഷ് കമ്പനിയുടെ, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ തുടങ്ങുകയാണ് ആ ഒരു കാലഘട്ടം കൊണ്ട്. ആ ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ ഏറ്റവും അടിത്തറ പാകിയത് പ്ലാസി യുദ്ധം എന്ന് നമുക്ക് പറയാം അല്ലേ. അതുകൊണ്ടാണ് ബാറ്റിൽ ഓഫ് പ്ലാസി ഇത്ര ഇമ്പോർട്ടൻ്റ് ആകുന്നത്. നമ്മുടെ എക്സാമിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ബാറ്റിൽ ഓഫ് പ്ലാസി. അപ്പം അതിനുശേഷം കമ്പനി നിയമത്തിലേക്ക് അല്ലെ റൂളിങ്ങിലോട്ട് കടക്കുകയാണ്. അപ്പം അങ്ങനെ ബംഗാൾ, ബീഹാർ, ഒറീഷ അതിൻ്റെയൊക്കെ ദിവാനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൈവശപ്പെടുത്തി. ദിവാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഓവർ റവന്യൂ ആൻഡ് ജസ്റ്റിസ്, സിവിൽ ജസ്റ്റിസ്. ഇപ്പം റവന്യൂ പിരിക്കാനും ഒക്കെ ഉള്ള ഈ കരം, സ്ഥലത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ കരം, അങ്ങനെ അതൊക്കെ പിരിക്കാനായിട്ടുള്ള ഒരു റൈറ്റ് കമ്പനിക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പം ആ ഒരു സമയം തൊട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് നമ്മൾ ഒരു കാലഘട്ടം വരെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു അവസാനം എന്ന് പറഞ്ഞാൽ 1858 നടന്ന ശിപ്പായി ലഹളയ്ക്ക് ശേഷം പിന്നീട് നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത്, അതായത് ഇൻഡിപെൻഡൻസിൻ്റെ അന്ന് വരെ 1947 ഓഗസ്റ്റ് വരെ ആരായിരുന്നു? നേരിട്ട് ബ്രിട്ടീഷ് ക്രൗണിൻ്റെ റൂളിങ്ങിലായിരുന്നു ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ പ്ലാസി യുദ്ധം ജയിച്ചതിന് ശേഷം ഈ ഗവർണർ ഓഫ് ജനറലായിട്ട് റോബർട്ട് ക്ലൈവിനെ കമ്പനി തിരഞ്ഞെടുത്തു. അതായത് നമ്മൾ പറഞ്ഞിരുന്നു റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലാണ് കമ്പനി സിറാജുദ്ദൗളയുമായിട്ടുള്ള യുദ്ധത്തിൽ, പ്ലാസി യുദ്ധത്തിൽ ജയിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ റോബർട്ട് ക്ലൈവിനെ ഗവർണർ ഓഫ് ജനറലായിട്ട് തിരഞ്ഞെടുത്തു. അപ്പം അദ്ദേഹത്തിൻ്റെ ഭരണം അത്ര നല്ലതായിരുന്നില്ല. അദ്ദേഹം കറപ്റ്റഡ് പേഴ്സൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കൂടുതൽ അഴിമതികൾ ആരംഭിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് അതിനുശേഷം വന്ന ആൾക്കാരും ഒന്നും ആ അഴിമതി തന്നെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മനസ്സിലായി ഇവിടെ ഇന്ത്യയിൽ ഒരുപാട് അഴിമതികൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഴിമതി തടയണം എന്നുള്ളതിൻ്റെ പേരിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇടപെട്ട് ഇറക്കിയ ആക്റ്റാണ് ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. പേരുപോലെ തന്നെ റെഗുലേറ്റിംഗ്, ഒന്ന് കൺട്രോൾ ചെയ്യണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലുള്ള പ്രവർത്തനത്തെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇറക്കിയ ഒരു ആക്റ്റാണ് ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലായല്ലേ? ആദ്യത്തെ ഒരു സ്റ്റെപ്പായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിൽ എത്തിയതിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പായിരുന്നു ഈ റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കുക എന്നുള്ളത്. ഇതിൽ അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റോബർട്ട് ക്ലൈവിനെ ഗവർണർ ഓഫ് ബംഗാളായിട്ട് കമ്പനി അപ്പോയിന്റ് ചെയ്തിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഇതിന് ശേഷം ഈ ആക്ട് പാസ്സായതിനു ശേഷം ആ ഒരു പോസ്റ്റ് ഇല്ല. അതിന് പകരം വരുന്ന പോസ്റ്റാണ് ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. അതായത് ഗവർണർ ഓഫ് ബംഗാളിന് പകരം
ദി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന പോസ്റ്റാക്കി. എന്നിട്ട് ലോർഡ് വാറൻ ഹാസ്റ്റിങ്സിനെ ദി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. അപ്പം അദ്ദേഹം 1772 തൊട്ടേ ഉണ്ട് ഗവർണർ ഓഫ് ബംഗാൾ ആയിരുന്നു. അതിനുശേഷം അവർ ഈ ആക്ട് ഇറക്കിയതിന് ശേഷം ദി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറി. അപ്പോൾ ആദ്യത്തെ ഗവർണർ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. അതുപോലെ തന്നെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ലോർഡ് വാറൻ ഹാസ്റ്റിങ്സ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പം ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായിട്ട് ലോർഡ് വാറൻ ഹാസ്റ്റിങ്സ് വന്നു. അപ്പം ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉദ്ദേശിച്ചത് ഈ അഴിമതിയൊക്കെ തടയണം എന്നായിരുന്നല്ലോ. പക്ഷേങ്കിൽ അതിലും കാര്യമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം ഒരു കറപ്റ്റഡ് പേഴ്സൺ തന്നെ ആയിരുന്നു. പിന്നീട് ഈ നിയമങ്ങളൊക്കെ ഇറക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫേവർ ചെയ്ത്, ഈ കറപ്ഷന് ഫേവറായിട്ടുള്ള നിയമങ്ങൾ തന്നെ ആയിരുന്നു. കാര്യം അടുത്ത റൂള് നമുക്ക് നോക്കാം. ദി ഗവർണർ ഓഫ് ബോംബെ ആൻഡ് മദ്രാസ് ബിക്കം സബോർഡിനേറ്റ് ടു ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഇതുവരെ ഇത്രയും ഈ റൂൾ ഇറക്കുന്നതിന് മുന്നേ വരെ ഗവർണർ ഓഫ് ബോംബെയിലെയും മദ്രാസിലെയും ഗവർണറൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ ഭരിച്ചുകൊണ്ടിരുന്നതാണ്. ആരും ആരുടെയും കീഴിലൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ റൂളിന് ശേഷം ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആണ് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത്. ടോപ്പിൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വന്നു. അതിനുശേഷമാണ് സബോർഡിനേറ്റ് ആയിട്ടാണ് ഗവർണർ ജനറൽ ഓഫ് ബോംബെയും മദ്രാസും ഒക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ ഒരു സെൻട്രലൈസേഷൻ ഉണ്ടായി അല്ലേ, അധികാര കേന്ദ്രീകരണം ഉണ്ടായി. ഒരു അധികാരം ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് കേന്ദ്രീകരിക്കപ്പെട്ടു. അതായത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ടോപ്പിൽ വന്നു. അതിനുശേഷം സബോർഡിനേറ്റ് ആയിട്ട് എന്താണ് ഗവർണർ ഓഫ് ബോംബെ ആൻഡ് മദ്രാസ് സബോർഡിനേറ്റ് ആയിട്ട് വന്നു. ഇവിടെ വേണമെങ്കിൽ നല്ല കറപ്റ്റഡ് ഒന്നും അല്ലാത്ത ഒരാളാണെങ്കിൽ സുഖമായിട്ട് എല്ലാ പ്രൊവിൻസീസിനെയും എല്ലാം ഭരിക്കാൻ പറ്റും അല്ലേ, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേങ്കിൽ ഈ ടോപ്പിലിരിക്കുന്ന ആളെ കറപ്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ അതിൻ്റെ സബോർഡിനേറ്റ് ആയിട്ട് വരുന്ന ആൾക്കാരും ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിരിക്കും, കറപ്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. അപ്പം ഈ ആ ഒരു പോളിസി ചീറ്റിപ്പോയി. അടുത്ത റൂള് നോക്കാം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സുപ്രീം കോർട്ട് അറ്റ് കൽക്കട്ട. കൽക്കട്ടയിൽ ആദ്യത്തെ സുപ്രീം കോർട്ടിനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. 1773 റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാകുന്നത്. 1774 സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആദ്യം ഒരു ചീഫ് ജസ്റ്റിസും പിന്നെ 3 ജഡ്ജസും ആണ് ഉണ്ടായിരുന്നത്. അപ്പം ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് എലിജ ഇംപെ ആണ്. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ടിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് എലിജ ഇംപെ ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ 3 പേരുടെ പേര് പറഞ്ഞല്ലേ, ഒന്ന് റോബർട്ട് ക്ലൈവിൻ്റെ പറഞ്ഞു, അത് കഴിഞ്ഞ് ലോർഡ് വാറൻ ഹാസ്റ്റിങ്സ്, മൂന്നാമത് എലിജ ഇംപെ. അപ്പം ഇദ്ദേഹമാണ് ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. അതുകൂടാതെ എന്താണ് 3 ജഡ്ജസും ഉണ്ടായിരുന്നു. അടുത്ത റൂള് പ്രൊഹിബിറ്റ്സ് കമ്പനി സെർവൻസ് ഫ്രം എൻഗേജിങ് പ്രൈവറ്റ് ട്രേഡ് ആൻഡ് അക്സെപ്റ്റിംഗ് ബ്രൈബ്സ്. ഇപ്പം കമ്പനി സെർവൻസിനെ പ്രൈവറ്റ് ട്രേഡിൽ നിന്നും അതുപോലെ തന്നെ ബ്രൈബ്സ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ നിന്നും വിലക്കേർപ്പെടുത്തി. സ്ട്രെങ്തൻ കൺട്രോൾ ഓവർ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ടു റിപ്പോർട്ട് ഓൺ ഇറ്റ്സ് റവന്യൂ, സിവിൽ ആൻഡ് മിലിറ്ററി അഫയേഴ്സ് ഇൻ ഇന്ത്യ. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഭരണം നടത്തുന്ന ആൾക്കാർ, അവരെയാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അവരിൽ നിന്ന് ഈ റിപ്പോർട്ട് റവന്യൂവിൻ്റെയും സിവിലിൻ്റെയും മിലിറ്ററി അവർ നടത്തുന്ന എല്ലാ പ്രവർത്തനത്തിൻ്റെയും ഇന്ത്യയിൽ നടത്തുന്ന എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് സ്ട്രിക്റ്റ് ആക്കി. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാർട്ടർ ആക്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കാം. റെഗുലേറ്റിംഗ് ആക്ട് 1773 എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നടത്തുന്ന അഴിമതികളെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പാസ്സാക്കിയ ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയ ആക്റ്റാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ആദ്യത്തെ പോളിസി എന്തായിരുന്നു? ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി മാറ്റി. രണ്ടാമത് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നു. അതായത് ടോപ്പിൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാളും അതിനുശേഷം ഗവർണർ ഓഫ് മദ്രാസും
ബോംബെയും വന്നു. പിന്നെ മൂന്നാമത്തേത് സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. 1774 സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പം ഒരു ചീഫ് ജസ്റ്റിസും 3 അതർ ജഡ്ജസും ഉണ്ടായിരുന്നു. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? എലിജ എംപെ. ഡിനൈഡ് പ്രൈവറ്റ് ട്രേഡ് ആൻഡ് അക്സെപ്റ്റിംഗ് ബ്രൈബ്സ്. പിന്നെ സബ്മിഷൻ ഓഫ് റിപ്പോർട്ട്സ്. ഇത്രയുമാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം മെയിൻ ഇനി നമുക്കിതിന് റിലേറ്റഡ് ആയിട്ടുള്ള UPSC PSC ചോദിച്ചിട്ടുള്ള മുൻവർഷ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ? സെൻട്രൽ അഡ്മിനിസ്ട്രേഷന് ഒരു ഫൗണ്ടേഷൻ കൊടുത്ത് ആക്ട് ഏതായിരുന്നു എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ചു ഏതായിരുന്നു സെൻട്രൽ അഡ്മിനിസ്ട്രേഷന് ഒരു ഫൗണ്ടേഷൻ, ഒരു അടിത്തറ പാകിയ ഒരു ആക്ട് ഏതായിരുന്നു? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആയിരുന്നു അല്ലേ. എത്രാമത്തെ പോളിസി ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത? രണ്ടാമത്തെ പോളിസി. ഏതായിരുന്നു? ടോപ്പിൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വന്നു, അതിനുശേഷം സബോർഡിനേറ്റ് ആയിട്ട് ഗവർണർ ഓഫ് മദ്രാസ് ആൻഡ് ബോംബെ വന്നു അല്ലേ. നേരത്തെ ഈ ആക്ട് ഇറങ്ങുന്നതിന് മുന്നേ, പാസ്സാകുന്നതിന് മുന്നേ അവരെല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു അല്ലേ. ഇതിന് ശേഷം അവരെല്ലാവരും ഒരു സെൻട്രലൈസേഷൻ അവിടെ ഉണ്ടായി. ടോപ്പിൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വന്നു. അതാണ് സെൻട്രലൈസേഷൻ, അതൊരു അധികാര കേന്ദ്രീകരണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ ബി ആണ്, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഇസ് ദ സബോർഡിനേറ്റ് ഓഫ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഡ്യൂറിങ് കമ്പനി റൂൾ ഇൻ ഇന്ത്യ? കമ്പനി റൂളിൻ്റെ സമയത്ത് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിൻ്റെ സബോർഡിനേറ്റ് ആയിട്ടിരുന്നത് ഏത് ഗവർണർ ആയിരുന്നു എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അതിലേതെങ്കിലും ഈ ഓപ്ഷനിൽ തന്നിട്ടുണ്ടോ? ഗവർണർ ഓഫ് മദ്രാസ് അല്ലെങ്കിൽ ഗവർണർ ഓഫ് ബോംബെ, ഏതെങ്കിലും ഈ ഓപ്ഷൻസിൽ തന്നിട്ടുണ്ടോ നോക്കുക. ഗവർണർ ഓഫ് ബംഗാൾ ഉണ്ട്, അത് ശരിയാണോ? അല്ല, ഗവർണർ ഓഫ് ബംഗാൾ ആണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറ്റിയത് അല്ലേ. പിന്നീടുള്ള ഗവർണർ ഓഫ് മദ്രാസ് ഉണ്ട്, അത് കറക്റ്റ് ആണ്. പിന്നെയുള്ള ഗവർണർ ഓഫ് മൈസൂർ, ഗവർണർ ഓഫ് സൂററ്റ്, ഇതൊന്നും അല്ല അല്ലേ. ആകെപ്പാടുള്ളത് ഗവർണർ ഓഫ് മദ്രാസ് ആണ്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഇസ് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ? ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വില്യം ബെൻഡിക്, ലോർഡ് കാനിങ്, വാറൻ ഹാസ്റ്റിങ്സ്. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി, വാറൻ ഹാസ്റ്റിങ്സ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് ചൂസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ടേക്കൻ ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ അഫയേഴ്സ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ. നമ്മൾ പറഞ്ഞിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലുള്ള പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആദ്യത്തെ ആക്ട് ആണ് ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ കറക്റ്റായി. ഇനി അടുത്തത്, ഈ റെക്കഗ്നൈസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ദ പൊട്ടൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ദ കമ്പനി. ആദ്യമായിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്, കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസും പൊട്ടൻഷ്യലും ഒക്കെ മനസ്സിലാക്കിയത് ആദ്യമായിട്ടാണ്. അതെ, അതുകൊണ്ടല്ലേ ആദ്യത്തെ ആക്ട് ആവുന്നത്. ഈ ആക്ട് ഇറക്കിയത് എന്തുകൊണ്ടാണ്? കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ ഒന്നും അത്ര കറപ്ഷൻ ആയതുകൊണ്ടാണല്ലോ ഈ ആക്ട് ആദ്യം ഇറക്കിയത്. ഇറക്കാനുണ്ടായ സാഹചര്യം ഓർത്താൽ മതി കേട്ടോ. ഇറ്റ് അലൗഡ് ദ സെർവൻസ് ഓഫ് ദ കമ്പനി ഫ്രം എൻഗേജിങ് ഇൻ എനി പ്രൈവറ്റ് ട്രേഡ്. അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല, നമ്മൾ പഠിച്ചിരുന്നു പോളിസി എന്തായിരുന്നു? പ്രൈവറ്റ് ട്രേഡ് അല്ലെങ്കിൽ ബ്രൈബ്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഉള്ളത് റെസ്ട്രിക്റ്റ് ചെയ്തു അല്ലേ. അക്സെപ്റ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ പ്രൈവറ്റ് ട്രേഡിലൊന്നും എൻഗേജ് ചെയ്യരുത് എന്നായിരുന്നു ആ പോളിസിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി തെറ്റാണ്, എയും ബിയും ശരിയാണ്. അപ്പം ആ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് ഓൺലി വൺ ആൻഡ് ടു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓൾ ഓഫ് ദ അബോവ് തെറ്റല്ലേ? സി തെറ്റല്ലേ? ഓൺലി 2 ആൻഡ് 3 അതും തെറ്റാണ്. അപ്പം ഓൺലി 1 ആൻഡ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിൻ്റെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരായിരുന്നു? സർ എലിജ എംപെ. നമ്മൾ പറഞ്ഞിരുന്നല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
The first Supreme Court established in British India under which regulating act? ഏത് റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് റെഗുലേറ്റിംഗ് ആക്ട് ആയിരുന്നു? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ആദ്യത്തെ ആക്ടിൽ തന്നെ സുപ്രീം കോർട്ട് പാസ്സാക്കി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് വർഷമായിരുന്നു? 1774. അതായത് ആക്ട് പാസ്സായതിന് അടുത്ത വർഷം. ഇത്രയുമാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള UPSCയിലും PSCയിലും ഒക്കെ ചോദിച്ചിട്ടുള്ള ഈ ടോപ്പിക്കിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും ഒക്കെ. അപ്പോൾ ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ബാക്കി ആക്ടുകളൊക്കെ ഉണ്ട്, അത് ഇതിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു.